എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്ന് അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൽ നിന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം നഷ്ടമാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരത്തിനകം നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി അലോട്ട്മെൻറ്റ് ഏകദേശം 1-2 അലോട്ട്മെൻറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഈ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ഇനി വരുന്ന വേക്കൻസി, അതായത് ഇനി ഏകദേശം കുറച്ച് വേക്കൻസി മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ളത്. ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതായത് ട്രാൻസ്ഫർ സാധാരണഗതിയിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സുകൾക്കൊന്നും ഉണ്ടാവാറില്ല. സാധാരണഗതിയിൽ പിന്നീട്, അതായത് ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഓപ്ഷൻസ് നൽകിയ ശേഷം ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതായത് മറ്റൊരു കോളേജിലേക്ക് മാറുന്നതിനായിട്ടാണ് സാധിക്കുള്ളൂ. അല്ലാതെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന രീതിയിൽ ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജ് താല്പര്യമുണ്ട് അല്ലെങ്കിൽ കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഈ റീഫണ്ട് റിക്വസ്റ്റ് വരുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ റീഫണ്ട് റിക്വസ്റ്റിനായിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ ആ ഒരു നിങ്ങൾ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് കണ്ട ആ ഒരു ഭാഗത്ത് തന്നെ മറ്റൊരു ലിങ്ക്, അതായത് ഈ റീഫണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അതായത് IFSC കോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ പകർപ്പ്, അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നൽകി നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് കോളേജിൽ നിന്നാണ് തിരിച്ചു തരിക. അങ്ങനെ കോളേജിൽ ഫീസ് അടച്ച് അഡ്മിഷൻ, അതായത് ആ ഒരു TC വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ അടച്ചിട്ടുള്ള ആ ഒരു പൈസ കോളേജിൽ നിന്ന് റീഫണ്ടിന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു പൈസ നിങ്ങൾ കോളേജിൽ നിന്നാണ് റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കോളേജിൽ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് തിരികെ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ LBS വഴി അടച്ചിട്ടുള്ള പൈസയാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. കോളേജിൽ അടച്ചിട്ടുള്ളത് കോളേജിൽ നിന്നാണ് നിങ്ങൾക്ക് തിരികെ ആ ഒരു റീഫണ്ടായിട്ട് ആ ഒരു പൈസ തരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ വൈകുന്നേരത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.